തൃശ്ശൂരിലെ സാഹചര്യം എന്താണെന്ന് പരിശോധിക്കാം. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ജില്ലയിൽ ഓറഞ്ച് അലർട്ടാണ് നിലനിൽക്കുന്നത്. ഇന്നലെ നഗരമേഖലയിൽ അടക്കം വെള്ളം കയറുന്ന നിലയുണ്ടായിരുന്നു. ചാലക്കുടി പുഴ കരകവിയുന്ന നിലയുണ്ടായിരുന്നു. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? വരും മണിക്കൂറുകളിൽ മഴ എങ്ങനെയാണ് പ്രവചിച്ചിരിക്കുന്നത്? എത്രത്തോളം ജാഗ്രതയിലാണ് ജില്ല? ടി കെ, മഴ ശക്തമായി തന്നെ തൃശ്ശൂരിൽ തുടരുകയാണ്. ഇന്നലെ വൈകുന്നേരവും രാത്രിയും അതോടൊപ്പം തന്നെ ഇന്ന് പുലർച്ചെയും എല്ലാം തന്നെ ശക്തമായ മഴയാണ് തൃശ്ശൂരിന്റെ മലയോര മേഖലയിലടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. നഗരത്തിലടക്കം ശക്തമായ മഴ തന്നെ പെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നഗരത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയിലടക്കം അതിശക്തമായ വെള്ളക്കെട്ടടക്കമാണ് രൂക്ഷമായിരിക്കുന്നത്. 22 ക്യാമ്പുകൾ ഇതിനോടകം തന്നെ ജില്ലയിൽ നമുക്ക് ഒടുവിൽ ലഭിക്കുന്ന കണക്കുകൾ പ്രകാരം 22 ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിരിക്കുന്നത്. അതിൽ 517 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എന്നുള്ള ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഒടുവിലത്തെ കണക്ക് പുറത്തു വരുമ്പോഴേക്കും ഇത് ഉയരാനാണ് സാധ്യത. അത്രമാത്രം രൂക്ഷമായ ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. ചേർപ്പ്, പുള്ള തുടങ്ങി ഈ നഗരത്തോട് ചേർന്ന് കിടക്കുന്ന താഴ്ന്ന മേഖലകളിലെല്ലാം തന്നെ വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതേസമയം ഇന്നലെ ചാലക്കുടി പുഴയിലായിരുന്നു ജലനിരപ്പ് ഉയർന്ന് ചെറിയ ആശങ്കകൾക്കിടയാക്കിയത്. വീടുകളിലേക്കടക്കം വെള്ളം കയറുകയും ചെയ്തു. ചാലക്കുടി പുഴയിൽ പക്ഷേ വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. പെരിങ്ങൽകുത്ത് ഡാമിൽ ഈ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് ഡാം തുറന്നിട്ടുണ്ടെങ്കിൽ പോലും ചാലക്കുടി പുഴയിൽ വെള്ളം ഉയരുന്നില്ല. പക്ഷേ കരിവന്നൂർ പുഴയിലടക്കം വെള്ളം ഉയർന്ന് ചേർപ്പടക്കമുള്ള മേഖലകളിൽ വലിയ പ്രതിസന്ധിക്കിടയാക്കുന്നുണ്ട്. തീരദേശ മേഖലയിലും പ്രതിസന്ധി രൂക്ഷമാണ് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഈ മഴ ശക്തമാവുന്ന പശ്ചാത്തലത്തിൽ ഈ മലയോര മേഖലയിലൂടെയുള്ള യാത്രക്കടക്കം ജാഗ്രത വേണം എന്നൊരു നിർദ്ദേശം ഈ ഘട്ടത്തിൽ ജില്ലാ ഭരണകൂടം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ടി കെ, തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. ഇനി വയനാട്ടിൽ നിന്ന് സുർജിത്ത് അയ്യപ്പത്ത് കൂടി ചേരുകയാണ്. സുർജിത്ത്, ഗുഡ് മോർണിംഗ്. മഴ കനത്തത് മുതൽ വയനാട്ടിലെ പല മേഖലകളിലുള്ളവരും വലിയ ആശങ്കയിലാണ്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ. ഒപ്പം ഓറഞ്ച് അലർട്ടാണല്ലോ നിലനിൽക്കുന്നത്. ടി കെ, ക്രിസ്റ്റീന, ഇവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ രാത്രി മഴയ്ക്ക് വലിയ രീതിയിലുള്ള കുറവുണ്ടായിരുന്നു എന്നുള്ളത് ആശ്വാസകരമാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം മഴ ഒന്ന് ആഞ്ഞു പെയ്താൽ വെള്ളം ആദ്യം കയറുന്ന ഒരു പ്രദേശമാണിത്. ഇത് മണിയങ്കോട് നിന്ന് കമ്പളക്കാട്ടേക്ക് പോകുന്ന വഴിയാണ്. ആ വഴി സ്ഥിരം ഇങ്ങനെ വെള്ളം കയറുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇവിടെ ഒരു ഭാഗത്ത് വാഴ പൂർണ്ണമായും മുങ്ങിയ നിലയിൽ നമുക്ക് കാണാൻ പറ്റും. മറുഭാഗത്തുകൂടി പുഴ ഒഴുകുന്നുണ്ട്. ആ പുഴ ഒഴുകുന്നതിന് ആ റോഡ് മുറിച്ച രീതിയിലാണ് ഇപ്പോൾ വെള്ളം വകഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥ ഉള്ളത്. എന്തായാലും രാത്രിയിൽ മഴക്കുറവുണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ സ്ഥിതി ഇതായിരുന്നില്ല. ഗതാഗതം പൂർണ്ണമായും സ്തംഭിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഷട്ടർ ഇന്ന് ഉയർത്തുന്നുണ്ട്. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്പിൽവേ ഷട്ടറിൽ സെക്കൻഡിൽ 50 ക്യൂബിക് ഘട്ടം ഘട്ടമായി പുഴയിലേക്ക് തുറന്നുവിടും എന്നുള്ളതാണ് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. പനമരം പുഴ, കരമാൻതോട്, അതോടൊപ്പം തന്നെ കബനിപ്പുഴ എന്നിവിടങ്ങളിലുള്ള തീരങ്ങളിലുള്ളവർക്കെല്ലാം തന്നെ ജാഗ്രതാ നിർദ്ദേശം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട് മാനന്തവാടി താലൂക്കിലെ പെരിഞ്ചേരി അംഗൻവാടിയിൽ ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് 21 ആളുകളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ പെരിഞ്ചേരിയിലെ വീടുകൾക്ക് സമീപം ശക്തമായ രീതിയിൽ തന്നെ ഉറവ ഉണ്ടായി. ഇതേ തുടർന്നാണ് ഈ കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. പുളിഞ്ഞാൽ ഭാഗത്ത് റോഡിൽ ഗർത്തം വീഴുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇന്ന് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓറഞ്ച് അലർട്ടിൻ്റെ സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ അടക്കമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ച ഒരു സാഹചര്യമുള്ളത്. നേരത്തെ പറഞ്ഞ വെള്ളമുണ്ട വില്ലേജിലെ പുളിഞ്ഞാൽ ഫോറസ്റ്റ് ഓഫീസിന് സമീപമാണ് റോഡിൽ ഗർത്തം രൂപപ്പെട്ടിട്ടുള്ള ഒരു പാറ ഇടിഞ്ഞു താഴ്ന്ന നിലയിലാണുള്ളത്. ജലാശയങ്ങളിലും തോടുകളിലും പുഴയിലും ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശം ഇതിനകം തന്നെ നൽകിയിട്ടുണ്ട്. ഈ മീൻ പിടിക്കാനോ കുളിക്കുന്നതിനോ നീന്തുന്നതിനോ ഇറങ്ങരുതെന്നുള്ള നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. പുഴയിലൊന്നും ഇറങ്ങരുത്. അങ്ങനെ ഇറങ്ങിയാൽ ശക്തമായ നിയമ നടപടി ഉണ്ടാകുമെന്ന് ജില്ലാ പോലീസ് മേധാവിയും അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രിയിൽ മഴയ്ക്ക് നേരിയ ശമനം ഉണ്ടായിട്ടുണ്ട്. ഇന്നലത്തെ ഒരു സ്ഥിതി എന്ന് പറയുമ്പോൾ ഇന്നലെ പകൽ കനത്ത രീതിയിൽ ഇടവിട്ട ശക്തമായ മഴയായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. ഇന്ന് രാവിലെയും ഇന്നലെ രാത്രിയുമായി അത്ര കണ്ട് വലിയ തോതിൽ ഉള്ള ഒരു മഴയില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. ടി കെ, ക്രിസ്റ്റീന. ശരി, സൂരജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. വയനാട് ജില്ലയുടെ കാര്യത്തിൽ അവിടെയുള്ള പ്രധാനപ്പെട്ട നദികളിൽ ജലനിരപ്പ് ഉയരുന്നു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ആശങ്ക. ഇപ്പോൾ രാവിലെ മഴ മാറി നിൽക്കുന്നുണ്ട്. കോഴിക്കോട്ട് നിന്ന് മിഥില ബാലൻ കൂടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മിഥില, ഇന്നലെ കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിൽ ഇന്നലെ അർദ്ധരാത്രിയിലും അതിശക്തമായ മഴ തുടരുന്ന നിലയുണ്ടായിരുന്നു. നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ടോ? ജില്ല പുലർത്തേണ്ട ജാഗ്രത ഏത് തരത്തിലാണ്? ഏതൊക്കെ മേഖലകളിൽ ജാഗ്രത വേണം മിഥില?
ശ്രീജിത്ത്, നിലവിലിപ്പോൾ നഗരപ്രദേശങ്ങളിൽ മഴയില്ല, ചാറ്റൽ മഴയാണ്. പക്ഷേ അതേസമയം മലയോര മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. എടുത്തു പറയേണ്ട കാര്യം കക്കയം ഡാമാണ്. കക്കയം ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഇന്നലെ രാവിലെ മുതൽ അതിശക്തമായ മഴയാണ്, രാത്രി അതിശക്തമായ മഴയാണ്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 758.05 മീറ്ററിൽ ജലനിരപ്പ് എത്തിയിരിക്കുന്നു. ഇത് ജലസംഭരണിയുടെ മാക്സിമം നിരക്കാണ്. അതുകൊണ്ട് തന്നെ ഇന്നലെ 2 ഷട്ടറുകൾ ഒരടി വീതം ഉയർത്തിയിട്ടുണ്ട്. ആ ഒരടി ഉയർത്തിയത് കൊണ്ട് തന്നെ കുറ്റ്യാടിപ്പുഴയിലാണ് ഇതിൻ്റെ ഒരു ജലനിരപ്പ് കൂടുക. ഈ കുറ്റ്യാടിപ്പുഴയുടെ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് ചാലിയാറും ഇരുവഞ്ഞിപ്പുഴയും ഒക്കെയാണ്. അത്തരം പുഴകളിലുമെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്നുണ്ട്. മാവൂരിൽ ഇന്നലെ 6 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നഗരപരിധിയിൽ മഴയില്ല, ചാറ്റൽ മഴ മാത്രമാണുള്ളത്. ഇന്നലെ രാത്രി അതിശക്തമായ മഴയുണ്ടായിരുന്നു. മലയോര മേഖലകളിലാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. പ്രത്യേകിച്ച് നേരത്തെ മണ്ണിടിച്ചിലുണ്ടായ പ്രദേശങ്ങളിൽ 25ഓളം ഹോട്ട്സ്പോട്ടുകൾ റവന്യൂ വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഹോട്ട്സ്പോട്ടുകളിൽ ഏതെങ്കിലും രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങൾ, മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ഉണ്ടാവുകയാണെങ്കിൽ അവിടെ നിന്നും ആളുകളെ പെട്ടെന്ന് തന്നെ മാറ്റാനുള്ള ഒരുക്കങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിലങ്ങാടാണ് മറ്റൊന്ന്. വിലങ്ങാടും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ്. നിലവിലിപ്പോൾ വിലങ്ങാട് മേഖലയിൽ മഴയില്ല എന്ന വിവരമാണ് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കക്കയം ഡാമിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലാണ് അതിശക്തമായ മഴ പെയ്യുന്നത്. കുറ്റ്യാടിപ്പുഴയുടെ തീരങ്ങളിലുള്ളവർക്കാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിട്ടുള്ളത്. രജിത്ത്, കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥില ബാലൻ. ഇനി മലപ്പുറത്തു നിന്ന് വിപിൻ സി വിജയൻ കൂടി ചേരുകയാണ്. വിപിൻ, ഗുഡ് മോർണിംഗ്. മലപ്പുറത്തും പല മേഖലകളിലും കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്ത സാധ്യതാ മേഖലകൾ ഏറെയുള്ള ഒരു ജില്ലയാണ്. ഓറഞ്ച് അലേർട്ടുമാണല്ലോ. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ടി കെ. പറഞ്ഞതുപോലെ തന്നെ മലപ്പുറം ജില്ലയിലും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പക്ഷേ ഇന്നലെ രാവിലെയൊക്കെ കനത്ത മഴയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്നലെ രാത്രിയോടുകൂടി മഴയ്ക്ക് അല്പം ശമനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പുലർച്ചെ വരെ വലിയ തോതിലുള്ളൊരു മഴ പെയ്തിട്ടില്ല എന്നുള്ളതാണ് ഒരു ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ ഇന്നലെ രാവിലെ വലിയ ഒരു മഴ പെയ്തതിൽ തന്നെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ നിലമ്പൂർ മേഖലയിലാണ്. അവിടെ തന്നെയാണ് കൂടുതലായിട്ടുള്ളൊരു ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നത്. ചെന്നൈയിൽ നിന്ന് 92 അംഗ NDRF സംഘം നിലമ്പൂരിലെത്തി. കഴിഞ്ഞ ആഴ്ച തന്നെ എത്തിയിരുന്നു. ഇവരവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ളൊരു അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഇടപെടൽ നടത്തുന്നതിന് വേണ്ടി NDRFിൻ്റെ സംഘം അവിടെ തന്നെ ഉണ്ട്. അവിടെ ഇപ്പോൾ ജ്യോതിപ്പടി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇതിനോടകം തന്നെ വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഗതാഗത കുരുക്ക് രൂക്ഷമായിട്ടുണ്ടാവും. ഇന്നലെ പല ഭാഗങ്ങളിലേക്കും അവിടെ മരം പൊട്ടി വീണ അതിൽ ഗതാഗത കുരുക്ക് 1 മണിക്കൂറിലേറെയൊക്കെ നീണ്ട ഗതാഗത കുരുക്കുകൾ ഉണ്ടായിരുന്നു. നാടുകാണി ചുരം വഴി പോകുന്നവർക്ക് അവിടെ മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അതിൽ ആവശ്യത്തിന് മാത്രം പോവുക എന്നുള്ളതാണ്. ഇപ്പോൾ മൈസൂർ ഊട്ടി ഭാഗങ്ങളിലേക്ക് നിരന്തരം വിനോദസഞ്ചാരികൾ പോകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ യാത്രകളൊക്കെ മാറ്റിവെക്കുകയാണെങ്കിൽ മാറ്റിവെക്കണം എന്നുള്ളൊരു നിർദ്ദേശം ഇതിനോടകം തന്നെ നൽകിയിട്ടുണ്ട്. അവിടെ ചാലിയാറാണ് ഇപ്പോൾ വലിയ തോതിൽ ജലനിരപ്പ് ഉയരുകയും അത് കുത്തിയൊഴിച്ച് ഒഴുകുകയും ചെയ്തത്. വയനാട്ടിലോ അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ വനമേഖലയിലോ മഴ പെയ്താൽ പോലും ചാലിയാറിൽ നല്ല രീതിയിൽ തന്നെ വെള്ളം കൂടുന്നതാണ്. അവിടെ കോട്ടപ്പുഴ ഉൾപ്പെടെയുള്ള എല്ലാ പുഴകളിലും നല്ല രീതിയിൽ തന്നെ ജലനിരപ്പ് ഉയർന്നു വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ താഴ്ന്ന പ്രദേശങ്ങൾ, ഇപ്പോൾ ആദിവാസി നഗറുകൾ ഉൾപ്പെടെയുള്ള താഴ്ന്ന പ്രദേശങ്ങളൊക്കെ വെള്ളത്തിൽ അടിയിലാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ഭാഗങ്ങളിലേക്ക് വെള്ളം കയറി തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ മഴ മാറി നിൽക്കുകയാണെങ്കിൽ മാത്രമായിരിക്കും അതിലൊരു ആശ്വാസം ഉണ്ടാവുക. പൊന്നാനിയെ സംബന്ധിച്ച് അവിടെ കടൽക്ഷോഭമാണ് ഏറ്റവും പ്രധാന പ്രശ്നം. ഒപ്പം തന്നെ കാറ്റടിക്കുന്നുണ്ട്. ഈ കാറ്റിൽ അവിടുത്തെ വൈദ്യുതി ബന്ധം ഇന്നലെ താറുമാറായിരുന്നു. അത് KSEB ശരിയാക്കി വരുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് ജില്ലയിലെ ഒരു പൊതുവായിട്ടൊരു ചിത്രം. നിലമ്പൂർ താലൂക്കിൽ മാത്രമാണ് ഇന്ന് സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. മറ്റിടങ്ങളിൽ സ്കൂളുകൾ പ്രവർത്തിക്കും. പറഞ്ഞതുപോലെ തന്നെ പൊതുവെ ഒരു ജാഗ്രതാ നിർദ്ദേശം മലപ്പുറം ജില്ലയിലും നിലനിൽക്കുകയാണ്. ക്രിസ്റ്റീന. ശരി, വിപിൻ സി വിജയൻ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ചാലിയാറിന്റെ തീരത്തൊക്കെ ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. ഇന്നലെ കൂടുതൽ മഴ ലഭിച്ചത്, ജില്ലയുടെ കാര്യത്തിൽ കൂടുതൽ മഴ ലഭിച്ചത് നിലമ്പൂർ മേഖലയിലാണ്. അവിടെയൊക്കെ ജാഗ്രത നിലനിൽക്കുന്നുണ്ട്. വിപിൻ സി വിജയൻ അതിന്റെ വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.